പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇന്ന് എപ്പിസോഡ് 7 നമുക്ക് ഭക്തിപൂർവം പ്രവേശിക്കാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 3 17-13 മുതലുള്ള തിരുവചനങ്ങൾ. യേശു എന്ത് പറഞ്ഞു? യേശു എന്ത് ചെയ്തു? വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളുമായി ഈ വായനയിലൂടെ, ദൈവവചന വായനയിലൂടെ നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന വചനദായകനായ യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നു. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അവർ പത്രോസ് എന്നവൻ പേര് നൽകിയ ശിമയോൻ, ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബവനർഗോസ് എന്ന് പേര് നൽകിയ സെബദി പുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും, അന്ത്രയോസ്, പീലിപ്പോസ്, ബർത്തലോമിയ, മത്തായി, തോമസ്, ഹൽപ്പയുടെ പുത്രൻ മർക്കോസ്, യൂദ തദേവൂസ്, കാനാൻകാരനായ ശിമയോൻ, യേശുവിനെ ഒറ്റുകൊടുത്ത യൂദാസ് കറിയാത്ത, യേശുവും ബേൽസ്ബൂലും. അനന്തരം അവൻ ഒരു ഭവനത്തിൽ പ്രവേശിച്ചു. ജനങ്ങൾ വീണ്ടും വന്ന് കൂടിക്കൊണ്ടിരുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചു കൊണ്ടുപോകാൻ പുറപ്പെട്ടു. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അവർ കേട്ടിരുന്നു. ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു, അവനെ ബേൽസ്ബൂൽ ആവേശിച്ചിരിക്കുന്നു. പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത്. അവൻ അവരെ അടുത്ത് വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു, സാത്താൻ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക? അന്തഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്തഛിദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. സാത്താൻ തനിക്ക് തന്നെ എതിരായി തല ഉയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല. അത് അവൻ്റെ അവസാനമായിരിക്കും. ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യുന്നെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം. അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായിട്ട് ദൂഷണം പറയുന്നവൻ ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല. അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അധികാരമുണ്ട് എന്ന് അവൻ പറഞ്ഞതിനാലാണ്. യേശുവിൻ്റെ അമ്മയും സഹോദരരും. അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു. ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. അവൻ ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ചുറ്റുമിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു എന്ത് പറഞ്ഞു, യേശു എന്ത് ചെയ്തു എന്നാണ് ഇപ്പോൾ നമ്മൾ എഴുതി വയ്ക്കാനായിട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, 3:20 യേശു എന്ത് ചെയ്തു? അനന്തരം അവൻ ഒരു ഭവനത്തിൽ പ്രവേശിച്ചു. 3:23 യേശു എന്ത് പറഞ്ഞു? സാത്താൻ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക? അന്തഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല. സാത്താൻ തനിക്ക് തന്നെ എതിരാണ്. 3:32 യേശു എന്ത് പറഞ്ഞു? ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ
അവരാണ് എൻ്റെ സഹോദരങ്ങൾ, സഹോദരിയും അമ്മയും. ഓരോ അധ്യായത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ യേശു എന്ത് പറഞ്ഞു, യേശു എന്ത് ചെയ്തു എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്, വായിച്ചു കൊണ്ടിരിക്കുന്നത്, എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ അനേകം മക്കൾക്ക്, ഈ എപ്പിസോഡ് 7 അനേകം മക്കൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ. ഓരോ എപ്പിസോഡും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമെല്ലാം ഷെയർ ചെയ്യുക. കൊച്ചു കൊച്ചു എപ്പിസോഡുകളിലാണ് നാം മർക്കൂസിൻ്റെ സുവിശേഷ വായന മുന്നോട്ട് പോകുന്നത്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.